മിസ്സിന്റെ അടുത്തേക്ക് എത്തിയത് കേട്ടോ. എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. പെട്ടെന്ന് ലൈഫിലൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. എന്താ എന്റെ പ്രശ്നം എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ലേനു. പക്ഷെ വെറുതെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുക അങ്ങനെയുള്ള ഒരാളേനു. പ്രോബ്ലം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഇല്ല. അതന്നെയാണ്. പിന്നെ മിസ്സിന്റെ അടുത്തേക്ക് എത്തി. ഇപ്പഴും എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ അൽഹംദുലില്ലാ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ചേഞ്ച് എന്ന് പറയാന് മെയിനായിട്ട് ഇതന്നെയാണ്. വെറുതെ ഓവർ തിങ്ക് ചെയ്യലില്ല. മിസ് പറഞ്ഞെന്ന് ഓരോ ടൂൾസും യൂസ് ചെയ്യലാണ്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മിസ് ചോദിക്കും ഇനി എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് അടുത്ത പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ ചോദിക്കും. അപ്പം കാര്യമായിട്ട് എനിക്ക് ഒന്നും പറയാനുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് മിസ് എന്നെ കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ ഒരു 10 ആഗ്രഹങ്ങൾ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് ഒന്നും എഴുതാൻ കിട്ടണില്ല. ഒരു 3-4 എഴുതുമ്പോൾ എനിക്കറിയില്ല എന്താണ്, എനിക്ക് ശരിക്കും അറിയില്ല. ഇത്രയും ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആളാണെന്നുള്ളത് ഞാൻ മിസ്സിനോട് പറഞ്ഞു. എനിക്കൊന്നും കിട്ടണില്ല എന്നുള്ളത്. അതുപോലെ വേറെ എന്തോ ഒന്നും കൂടി എഴുതാൻ പറ്റുന്നുണ്ടേനു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അടുത്ത ടാസ്ക്. പക്ഷെ അന്നേരമൊന്നും എനിക്കൊന്നും കിട്ടണില്ല. കല്യാണം കഴിഞ്ഞു, പിന്നെ മക്കളായി, മക്കളുടെ ഇതിലേക്ക് നമ്മൾ അങ്ങനെ പോയല്ലോ. നമ്മളുടെ എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഒരു മദർഹുഡ് അങ്ങനെ പോവാ. പിന്നെ ഒരു വൈഫിന്റെ റോള്, മരുമോളുടെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാത്രമായി. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമോ ഒന്നുമില്ല. പിന്നെ എന്താ, ഞാൻ ഒരു മെന്ററും കൂടിയാണ്. പക്ഷെ ആ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത് ഇതുപോലെ വേറെ എന്തോ ഒരു കോഴ്സ് എടുത്തിട്ട് അങ്ങനെ അവിടെ എത്തിയതാ. അവിടുന്ന് കേൾക്കും ഈ അഫർമേഷന്, മെഡിറ്റേഷന് എല്ലാം കേൾക്കും. പക്ഷെ ഒന്നും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റലില്ല. അത് നാളെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഈ ടു ഡു ലിസ്റ്റ് ഒക്കെ ഞാൻ ആപ്പൊക്കെ കയറ്റിയിട്ട് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവുന്നത് വേറെ, നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യാന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത് വേറെ. ഒരു ഗൈഡ് ഉണ്ടാകുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് അവര് നമ്മളോട് ചോദിക്കല്ലോ എന്താണ് നിങ്ങൾക്ക് ചേഞ്ച് ഉള്ളത്, ഇത്രയും ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞ് ചോദിക്കും എന്താണ്. അപ്പൊ നമുക്ക് അവർക്ക് ഒരു റിപ്ലൈ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ അത് നമുക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ്. നമ്മൾ ലൈഫിലുള്ള ചേഞ്ചസ് ഒക്കെ അന്നേരമായിരിക്കും. കറക്റ്റ് ആയിട്ട് ഞാൻ മിസ്സിന്റെ ക്ലാസ് ഒരു 3 days ഒക്കെ എടുത്തപ്പം തന്നെ ഞാൻ മിസ്സിനോട് പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം നല്ലൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും കുറച്ച് ഇഷ്യൂസ് ആയി, അങ്ങനെയൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ മിസ്സിന്റെ ആ ക്ലാസ് ഒരു 3 days കണ്ടിന്യൂസ് ആയി എടുത്തപ്പം എനിക്ക് പേടിയായി. ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും ആ ബ്രേക്ക് വരുമോ എന്നുള്ള പേടിയുണ്ട്. എന്ത് തിരക്കിന്റെ ഇടയിലാണെങ്കിലും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കും. കാരണം വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ ഒരുപാട് ഹാപ്പിയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിലേക്കൊട്ട് ഇപ്പുറത്തേ പോവാതെ ചിന്തിച്ചിരിക്കുക അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് ആളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങോട്ടേക്ക് വാന്നൊക്കെ. എന്തായാലും പൈസ വേറെ തന്നെ ആയിരിക്കും. ആടെയും ഈ ഒരു ഇപ്പം പ്രീമിയം മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മിസ് പറഞ്ഞു വെച്ചിട്ടായിരുന്നു. എന്താണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാന്നുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടും പറയാണ് എല്ലാവരും വെൽക്കം ചെയ്യാണ് കേട്ടോ മിസ്സിന്റെ